അനുവദിച്ച മെഡിക്കൽ കോളേജിൽ ഒരു സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാൻ സാധിക്കാത്ത ഈ കഴിവുകെട്ട ഗവൺമെന്റിന് എന്താണ് കേന്ദ്രം കൊടുക്കേണ്ടത്? കേന്ദ്ര സർക്കാർ ESIയുടെ കീഴിൽ കൊല്ലം ആശ്രാമത്ത് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടു കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ് നിലവിൽ വരേണ്ടത്. സഹകരണം എന്നുള്ളത് ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ദേശീയ മെഡിക്കൽ മിഷന് നൽകുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ കേന്ദ്ര സർക്കാരും ദേശീയ മെഡിക്കൽ മിഷനും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ESIയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ ഇതേവരെ ഈ സർട്ടിഫിക്കറ്റ് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിന് നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളും കൃത്യസമയത്ത് തന്നെ അവർക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജിന്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ദേശീയ മെഡിക്കൽ കമ്മീഷന് സമർപ്പിക്കുകയുണ്ടായി. ഇക്കഴിഞ്ഞ ജനുവരി 28 ആയിരുന്നു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ദേശീയ മെഡിക്കൽ കമ്മീഷന് കൈമാറേണ്ട അവസാനത്തെ തീയതി. നിരവധി തവണ കേരളത്തിന് വേണ്ടി നീട്ടിക്കൊടുത്തതാണ്. കേരളത്തിന് വേണ്ടി മാത്രം ജനുവരി 28 എന്നത് ഫെബ്രുവരി 3 മാറ്റി അവസാനത്തെ തീയതി നീട്ടിക്കൊടുത്തിട്ടും സംസ്ഥാന സർക്കാർ ഇതേവരെ ഈ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല. 200 കിടക്കകളും 50 മെഡിക്കൽ സീറ്റുമാണ് ഓരോ മെഡിക്കൽ കോളേജിലും അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ 50 മെഡിക്കൽ സീറ്റിൽ 20 മെഡിക്കൽ സീറ്റ് പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക് സംവരണം ചെയ്യപ്പെട്ടതാണ്. ESIയുടെ അംഗത്വമുള്ള എല്ലാ തൊഴിലാളികൾക്കും വിദഗ്ധ ചികിത്സയാണ് ഈ ആശ്രാമത്തെ സ്ഥാപിക്കാൻ പോകുന്ന മെഡിക്കൽ കോളേജിലൂടെ ലഭിക്കുന്നത്. ഇപ്പൊ ആശ്രാമത്ത് ESIയുടെ കീഴിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുണ്ട്. അത് തന്നെയാണ് മെഡിക്കൽ കോളേജായി ഉയർത്തുന്നത്. അപ്പൊ നമ്മുടെ തൊഴിലാളികൾക്ക് നേരിട്ട് വിദഗ്ധമായ ചികിത്സ ലഭിക്കും. തൊഴിലാളികളുടെ മക്കൾക്ക് ഓരോ വർഷവും 50 സീറ്റിൽ 20 സീറ്റ് പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് ഒന്നും ചെയ്യേണ്ടതില്ല, എല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യും, ESI ചെയ്യും. കേവലം ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ദേശീയ മെഡിക്കൽ കമ്മീഷന് കൊടുക്കേണ്ടത്. അതുപോലും കൊടുക്കാനുള്ള കഴിവില്ലാത്ത കഴിവുകെട്ട ഗവൺമെന്റാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഒരു ഭാഗത്ത് കേന്ദ്രം കേരളത്തിന് ഒന്നും നൽകുന്നില്ലെന്ന് പറയുക, എയിംസ് അനുവദിക്കുന്നില്ലെന്ന് പറയുക, അനുവദിച്ച മെഡിക്കൽ കോളേജിൽ ഒരു സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാൻ സാധിക്കാത്ത ഈ കഴിവുകെട്ട ഗവൺമെന്റിന് എന്താണ് കേന്ദ്രം കൊടുക്കേണ്ടത്? എന്തെങ്കിലും കൊടുത്തതുകൊണ്ട് കാര്യമുണ്ടോ? ഒന്ന് ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത, പിടിപ്പുകേട്, കഴിവില്ലായ്മയും മറ്റൊന്ന് കേന്ദ്ര വിരുദ്ധതയുമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. കേന്ദ്ര പദ്ധതി പൂർണ്ണമായും സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണ്. ഈ അട്ടിമറി ആസൂത്രിതമാണ്. ഈ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ളത് സർവ്വരംഗത്തും സർവ്വ മേഖലയിലും സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് പരാജയം ജനങ്ങളിൽ മറച്ചു വെക്കാനുള്ള കേവലം രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് ഈ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള പ്രചരണം എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും.